ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SITയുടെ കണ്ടെത്തൽ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി രാജീവരുടെ ദുരൂഹ സാമ്പത്തിക ഇടപാട് കണ്ടെത്തിയ SIT തന്ത്രി 2024 സ്വകാര്യ ബാങ്കിൽ ഒറ്റത്തവണയായി നിക്ഷേപിച്ചത് 2.5 കോടി രൂപയാണ് എന്നുള്ളതാണ് കണ്ടെത്തൽ. ബാങ്ക് പൂട്ടി ആ പണം നഷ്ടമായിട്ടും പരാതി ഒന്നും തന്നെ നൽകിയിരുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ ദുരൂഹമായൊരു സാമ്പത്തിക ഇടപാട് SIT കണ്ടെത്തുന്നത്. തിരുവല്ലയിലെ ഒരു സ്വകാര്യ ബാങ്കിൽ തന്ത്രി കണ്ഠരര് രാജീവര് 2.5 കോടി രൂപയാണ് നിക്ഷേപിച്ചത്, അതും 2024. പിന്നീട് ഈ ബാങ്ക് പൂട്ടിപ്പോയി. ബാങ്ക് പൂട്ടിയതോടെ നിക്ഷേപകരിൽ പലരും പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ 2.5 കോടി രൂപ നഷ്ടമായിട്ടും തന്ത്രി കണ്ഠരര് രാജീവര് ഇത് സംബന്ധിച്ച് ഒരു പരാതിയും എവിടെയും നൽകിയിട്ടില്ല. അതിലാണ് SITക്ക് സംശയം. ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ SIT ആദ്യഘട്ടത്തിൽ തന്ത്രി കണ്ഠരര് രാജീവരോട് ചോദിച്ചെങ്കിലും കൃത്യമായ ഉത്തരം ലഭിച്ചില്ല. വിശദമായ പരിശോധനയിലാണ് ഈ 2.5 കോടിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ SITക്ക് ലഭിച്ചത്. അതായത് എവിടുന്നാണ് ഈ പണം തന്ത്രിക്ക് ലഭിച്ചതെന്ന് സംബന്ധിച്ച് ഒരു രേഖയുമില്ല. മാത്രമല്ല ഒറ്റത്തവണയായിട്ടാണ് ബാങ്കിൽ ഈ പണം നിക്ഷേപിച്ചത്. അത് കഴിഞ്ഞ് ഈ ബാങ്ക് പൂട്ടിപ്പോവുകയായിരുന്നു. പക്ഷേ തന്ത്രി ഇതിനെക്കുറിച്ച് ഒരക്ഷരം ആരോടും പരാതി പറഞ്ഞിട്ടില്ല. അപ്പോൾ വീണ്ടും തന്ത്രി കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിൽ വാങ്ങി ഈ സാമ്പത്തിക ഇടപാടിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കാൻ ഒരുങ്ങുകയാണ് SIT. വിശദമായ ചോദ്യം ചെയ്യലിൽ ഈ പണത്തിൻ്റെ സ്രോതസ് കണ്ടെത്താൻ കഴിയുമെന്നാണ് SIT കരുതുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ പ്രതികളിൽ മിക്കവർക്കും 2019 - 2024 ഇടയിൽ വലിയ തോതിലുള്ള സാമ്പത്തിക മാറ്റം പ്രകടമായതായി SIT കണ്ടെത്തിയിട്ടുണ്ട്. ഈ പണത്തിൻ്റെ സ്രോതസ്സുകൾ സംബന്ധിച്ചുള്ള അന്വേഷണവും തുടരുകയാണ്. EDയും അതുതന്നെയാണ് അന്വേഷിക്കുന്നത്.